നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ ടി വി. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരി എരഞ്ഞോളിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ചു. അപകടം ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കാൻ പോയപ്പോൾ മരിച്ചത് 85-കാരനായ വേലായുധൻ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ്. നടപടി അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയിൽ നിയമപോരാട്ടത്തിന് ആത്മവിശ്വാസം കൂട്ടുന്ന നടപടിയെന്ന് മാത്യു കുഴൽനാടൻ 24-നോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ പരാജയത്തിന് ഒരു കാരണം മാസപ്പടി വിവാദമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയുടെ അനുമതിയോടെയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിലേക്ക് പോയത്. വിഷയത്തിൽ നിയമപരമായി പോരാടുമെന്നും VD സതീശൻ. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ കൂട്ടരോഗബാധ. 300-ലേറെ പേർക്ക് ഛർദിയും വയറിളക്കവും. കുടിവെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം. കർശന നടപടിയെന്ന ആരോഗ്യമന്ത്രി. DMOയുടെ റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. അസോസിയേഷന് വീഴ്ച പറ്റിയെന്ന ഫ്ളാറ്റിലെ താമസക്കാർ. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഡെങ്കിപ്പനി രൂക്ഷം. നഗരസഭയിലെ 6 ഉദ്യോഗസ്ഥർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കി ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ. സംസ്ഥാനത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ കോളനി എന്ന പദം ഒഴിവാക്കി. ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് മുൻപുള്ള K രാധാകൃഷ്ണന്റെ സുപ്രധാന ഉത്തരവാണിത്. ഉത്തരവിന് പിന്നാലെ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിക്കത്ത് കൈമാറി. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് പിന്നാലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കം ഊർജിതമാക്കി കോൺഗ്രസ്. ജൂലൈ 2-ാം വാരം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലെത്തും. ജനാധിപത്യത്തിൽ 2-ാം ഇന്ദിരാഗാന്ധിയുടെ വരവെന്ന് T സിദ്ദിഖ് MLA. വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തിയത് ഉചിതമായ തീരുമാനമെന്ന് VD സതീശൻ. വനിതയെ മത്സരിപ്പിക്കാനുള്ള UDF തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി CPI നേതാവ് ആനി രാജ. വയനാട്ടിൽ CPI മത്സരിക്കാതെ മാറി നിന്നാൽ ഗുണം BJPക്കെന്ന് ബിനോയ് വിശ്വം. കോൺഗ്രസിലെ കുടുംബാധിപത്യം സമ്പൂർണമായെന്ന് K സുരേന്ദ്രൻ. കേരളത്തിൽ നിന്ന് രാജ്യസഭയിൽ ഒഴിവ് വന്ന 3 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. PP സുനീർ, ജോസ് K മാണി, ഹാരിസ് ബീരാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തൃശൂരിലെ തോൽവി പഠിക്കാൻ KPCC ഉപസമിതി ജില്ലയിൽ. TN പ്രതാപനെതിരെ വീണ്ടും പോസ്റ്ററുകൾ. RSS ഏജന്റായ പ്രതാപനെ ഒറ്റപ്പെടുത്തണമെന്നും അച്ചടക്ക നടപടി വേണമെന്നും ആവശ്യം. പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെന്ന് VK ശ്രീകണ്ഠൻ. പോസ്റ്റർ ഒട്ടിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തിയല്ല പാർട്ടി രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നതെന്ന് VD സതീശൻ. പോസ്റ്റർ ഒട്ടിക്കുന്നത് ബോധമില്ലാത്ത ആളുകളാണ്. മാധ്യമങ്ങൾ ചെന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നത് കൊണ്ടാണ് പോസ്റ്റർ ഒട്ടിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതി വിമർശനം. തെറ്റുപറ്റിയെങ്കിൽ തുറന്നു പറയാൻ തയ്യാറാകണം. മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിനും NTA-യ്ക്കും 2 ആഴ്ചത്തെ സമയം. കുട്ടികളുടെ കഠിനാധ്വാനം കാണാതെ പോകരുതെന്ന് സുപ്രീം കോടതി. മൂന്നാർ കയ്യേറ്റ കേസിൽ CBI അന്വേഷണത്തിന് സാധ്യതയേറി. ഉദ്യോഗസ്ഥരുടെ പങ്ക് തെളിയിക്കുന്ന രാജൻ മധേക്കർ റിപ്പോർട്ടിൽ CBI അന്വേഷണത്തിന് സർക്കാർ നിലപാട് തേടി ഹൈക്കോടതി. സർക്കാർ മുന്നോട്ട് വെച്ചത് പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ അന്വേഷണം. സംശയനിഴലിലുള്ളത് 1992 മുതൽ 2003 വരെ ഇടുക്കിയിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ. +1 സീറ്റ് പ്രതിസന്ധിയിൽ കോഴിക്കോട് KSU പ്രതിഷേധം. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കുന്നതിനിടെ സംഘർഷം. SSLC പരീക്ഷയിൽ A+ നേടിയിട്ടും +1 സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുമായി എത്തിയായിരുന്നു KSU പ്രതിഷേധം. സംസ്ഥാനത്ത് ലഹരി കേസുകളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നു. 5 മാസത്തിന്റെ കേസിൽപ്പെട്ടത് 70 വിദ്യാർത്ഥികൾ. കൂടുതൽ കേസുകൾ കോട്ടയം ജില്ലയിൽ. എക്സൈസ് 45 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ സുഹൃത്ത് അറസ്റ്റിൽ. പൂജപ്പുര പോലീസിന്റെ നടപടി. പോക്സോ വകുപ്പ് ചുമത്തി. നെടുമങ്ങാട് സ്വദേശി ബിനോയിയെ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ കുടുംബം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം അതീവ നിരാശാജനകമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ദേശീയ തലത്തിലെ അവലോകന റിപ്പോർട്ടിലാണ് പരാമർശം.
ബംഗാളിലെ സിലിഗുഡി ട്രെയിൻ അപകടമുണ്ടായ പാതയിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകട കാരണം ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതിനെ തുടർന്നുണ്ടായ മാനുഷിക പിഴവെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയ വർമ്മ സിൻഹ. റെയിൽവേ ബോർഡിന്റെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റുമാരുടെ സംഘടന. എറണാകുളം ഞാറക്കലിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 2 പ്രതികൾ കൂടി കസ്റ്റഡിയിൽ. മനു, അജിൻ എന്നിവരാണ് പിടിയിലായത്. നേരത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് 2 പ്രതികളെ പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 ആയി. ആവേശം സിനിമാ മോഡലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ കേസിൽ TS സജീവിന്റെ വീഡിയോകൾ നീക്കം ചെയ്ത് യൂട്യൂബ്. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോ അടക്കം നീക്കം ചെയ്തു. നടപടി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO യൂട്യൂബിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ. കൊച്ചി അവയവക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ മധുവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇറാനിലുള്ള മധുവിനെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കണമെന്ന ആവശ്യവുമായി CBIക്ക് അപേക്ഷ നൽകിയ അന്വേഷണ സംഘം. കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട് NIA. ഹജ്ജ് കർമ്മങ്ങൾ പര്യവസാനത്തിലേക്ക്. ഇന്നും നാളെയുമായി കർമ്മങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ മിനായിൽ നിന്ന് മടങ്ങും. തീർത്ഥാടകർക്ക് ഇനി മടക്കയാത്രയുടെ നാളുകൾ. ബീഹാറിലെ അരാരിയയിൽ ഉദ്ഘാടനത്തിന് മുൻപ് പാലം തകർന്നു വീണു. ബക്ര നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നു വീണത്. 7 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലമാണ് തകർന്നത്. കാഫിർ പോസ്റ്റ് വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാർ നടത്തുന്നതിനേക്കാൾ വൃത്തികെട്ട കാര്യങ്ങളാണ് CPIM പ്രചരിപ്പിക്കുന്നത്. CPIM എല്ലാവരെയും അപകീർത്തിപ്പെടുത്തുകയാണെന്നും VD സതീശൻ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ അശ്ലീല കമന്റ് ഇട്ട അധ്യാപകൻ M സജീവിനെ 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സ്കൂൾ മാനേജ്മെന്റിന്റേതാണ് തീരുമാനം. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ മാതാവ് ഭവാനി രേവണ്ണയ്ക്ക് മുൻകൂർ ജാമ്യം. കർണാടക ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അട്ടപ്പാടി മധു വധക്കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മധുവിന്റെ മാതാവും മല്ലിയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് മാറ്റി. വിചാരണ നടപടികൾ മാറ്റിയത് ഓഗസ്റ്റ് 28ലേക്ക്. കൊല്ലം അഞ്ചൽ വയല ആലുമുക്കിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് അഞ്ചൽ അലേമൺ സ്വദേശിയായ ബിജുകുമാർ. മലപ്പുറം നാടുകാണി ചുരത്തിൽ കാറിന് നേരെ തിരിഞ്ഞ് കാട്ടാനക്കൂട്ടം. സംഘത്തിലുണ്ടായിരുന്നത് 3 കാട്ടാനകൾ. വാഹനയാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മലപ്പുറം പൊന്നാനിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ തമിഴ്നാട് സ്വദേശി കുത്തേറ്റ് മരിച്ചു. തമിഴ്നാട് ഉളുന്തൂർക്കട സ്വദേശി ശങ്കറാണ് കൊല്ലപ്പെട്ടത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതാവ് അരവിന്ദാക്ഷൻ ഇടക്കാല ജാമ്യം. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 10 ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചത്. വിവാഹത്തിനായി ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ED. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം വെള്ളിയാഴ്ചയോടെ സജീവമാകാൻ സാധ്യത. കൊല്ലം പുനലൂരിൽ ഇടിമിന്നലേറ്റ് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കേസെടുത്ത് പുനലൂർ പോലീസ്. കേസെടുത്തത് അസ്വാഭാവിക മരണത്തിന്. പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലുണ്ടായെന്നും വന്നു നോക്കിയപ്പോൾ 2 സ്ത്രീകളും മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്നും ദൃക്സാക്ഷികൾ. വില്ലേജ് ഓഫീസർ ഫയൽ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞെന്ന് പരാതി. തൃശൂർ കടങ്ങോട് വില്ലേജ് ഓഫീസർക്കെതിരെയാണ് പരാതി. വില്ലേജ് ഓഫീസിലെത്തുന്ന സാധാരണക്കാരോട് മോശമായ രീതിയിൽ പെരുമാറുന്നത് കാണിച്ച് ഹേമ ശശികുമാറാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. കൊച്ചി ചെറായി ബീച്ചിൽ കാണാതായ 2ാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. ഉത്തർപ്രദേശ് സ്വദേശി വാഹിദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തൃശൂർ മുപ്ലിയിലെ റോഡിൽ കാട്ടാനക്കൂട്ടം. പാലപ്പിള്ളി ചൊക്കന റോഡിൽ ആശുപത്രിക്ക് സമീപം 1 മണിക്കൂറോളം കാട്ടാനകൾ നിലയുറപ്പിച്ചു. വനപാലകരും തോട്ടം തൊഴിലാളികളെ വേറെ നേരം പരിശ്രമിച്ചാണ് ആനകളെ കാട് കയറ്റിയത്. പൊറോട്ട പ്രേമികൾക്ക് നിരാശ. പൊറോട്ടയുടെ നികുതി കുറച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. പാക്കറ്റ് പൊറോട്ടയുടെ നികുതി കുറച്ചതാണ് സ്റ്റേ ചെയ്തത്. നടപടി സർക്കാർ സമർപ്പിച്ച അപ്പീൽ. കടബാധ്യതയെ തുടർന്ന് പാലക്കാട് പുതുശ്ശേരിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. വടക്കേത്തി സ്വദേശി രാധാകൃഷ്ണനാണ് ആത്മഹത്യ ചെയ്തത്.
ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. തൃപ്പൂണിത്തുറ തെക്കും ഭാഗം കല്ലുവെച്ച കാട്ടിൽ റോഡിൽ ഒറ്റപ്പെട്ടുപോയ 4 അംഗ കുടുംബത്തിന് പുതിയ വീട് വെച്ച് നൽകി സന്നദ്ധ പ്രവർത്തകർ. പൾസ് ഓഫ് തൃപ്പൂണിത്തുറ, കൊച്ചിയിലെ റോട്ടറി ക്ലബ്ബുകൾ, കൊച്ചിൻ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് വീട് യാഥാർത്ഥ്യമാക്കിയത്. 2 പെൺമക്കളടങ്ങുന്ന കുടുംബം വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം. കൊച്ചി സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ, വിവിധ സംഘടനാ ഭാരവാഹികളായ ജെയിംസ് മാത്യു, ഡോക്ടർ ഫെസി ലൂയിസ്, മീര മോഹൻ തുടങ്ങിയവർ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. കൊൽക്കത്തയുടെ ചരിത്രകാരനും മലയാളിയുമായ പി തങ്കപ്പൻ നായർ എന്ന PT നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. 1966 മുതൽ 2018 വരെ കൊൽക്കത്തയിലായിരുന്നു താമസം. ഗാന്ധി ഇൻ കൊൽക്കത്ത, ഹിക്കി ആൻഡ് ഹിസ് ഗസറ്റ്, എ ഹിസ്റ്ററി ഓഫ് കൽക്കട്ട സ്ട്രീറ്റ്സ് തുടങ്ങി 60-ലധികം ചരിത്ര പുസ്തകങ്ങളുടെ രചയിതാവാണ്. സംസ്കാരം ചേന്നമംഗലത്തെ വീട്ടുവളപ്പിൽ നടന്നു. പാലക്കാട് മണ്ണാർക്കാട് പൂഞ്ചോലയിൽ പുലിയുടെ ജഡം കണ്ടെത്തി. കൃഷിയിടത്തിലാണ് ജഡം കണ്ടെത്തിയത്. 3 ദിവസം പഴക്കമുണ്ടെന്ന് സംശയം. പത്തനംതിട്ട കോന്നി കൂടൽ നെടുമൺകാവ് സെയിന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടി തകർത്ത നിലയിൽ. ഇന്ന് പുലർച്ചെയാണ് കുരിശടിയുടെ ചില്ല് സമീപവാസി എത്തി തകർത്തത്. ഇയാളെ പോലീസ് പിടികൂടി. ആലപ്പുഴ കായംകുളത്ത് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തി. കുറ്റിത്തെരുവ് സ്വദേശി സാദിഖാണ് മരിച്ചത്. സഹോദരൻ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ടയിലെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ എത്യോപ്യൻ കോപ്റ്റിക് പ്രതിനിധി സംഘങ്ങൾ സന്ദർശനം നടത്തി. സഭകൾ തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് സന്ദർശനം ഏകോപിപ്പിച്ചത്. ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് ഖബറിടം സന്ദർശിക്കുന്നതിനും ചെമ്പെടുപ്പ് ഉൾപ്പെടെയുള്ള ആചാരങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിനുമായാണ് സംഘമെത്തിയത്. കോഴിക്കോട് കുന്നമംഗലം കാരന്തൂരിൽ വീട് കുത്തി തുറന്ന മോഷണം. 35 പവൻ സ്വർണവും 4000 രൂപയും മോഷണം പോയി. മോഷണം നടത്തിയത് വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 84 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടി. റിയാദിൽ നിന്നെത്തിയ യാത്രക്കാർ പിടിയിലായി. സ്വർണം കടത്താൻ ശ്രമിച്ചത് ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഒളിപ്പിച്ചു. കോഴിക്കോട് 2.5 കോടിയുടെ ലഹരി പിടിച്ച സംഭവത്തിൽ ലഹരി സംഘത്തിലെ രണ്ടാമനും പിടിയിലായി. പെരുവണ്ണാമൂഴ് സ്വദേശി ആൽബിൻ സെബാസ്റ്റ്യനാണ് അറസ്റ്റിലായത്. കുമളിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോഴിക്കോട് വടകര ഏറാമലയിൽ കാർഷിക വിളകൾ വ്യാപകമായി വെട്ടി നശിപ്പിച്ചു. ഏറാമല സ്വദേശി മേലൂർ വിജയന്റെ കൃഷിയിടത്തിലെ വിളകളാണ് നശിപ്പിച്ചത്. സംഭവത്തിന് പിന്നിൽ വ്യക്തിവിരോധമെന്ന് വിവരം. കൊല്ലം കൊട്ടാരക്കരയിൽ BJP നേതാവിന്റെ കാർ ആക്രമിച്ചു. ആക്രമണം കൊല്ലം ജില്ലാ സെക്രട്ടറിയായ ശാലു കുളക്കടയുടെ കാറിന് നേരെ. ആക്രമണത്തിൽ കാറിന്റെ പിൻഭാഗത്ത് ചില്ല് തകർന്നു. കാസർഗോഡ് ബേക്കൽ കോട്ട കാണാനെത്തിയ സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും കവർന്നു. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ബേക്കൽ കോട്ടയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോവിഡ് കാലത്ത് ബുക്ക് ചെയ്ത ഹോട്ടൽ റൂമിന്റെ റീഫണ്ട് നൽകാത്തതിൽ ഇടപെട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. 62,000 രൂപ ഉപഭോക്താവിന് നൽകാൻ ഉത്തരവിട്ട് കോടതി. ഉത്തരവ് ആൻഡമാൻ ദ്വീപിലെ സീഷൽ ഹോട്ടൽ റിസോർട്ട് ആൻഡ് സ്പാ എന്ന സ്ഥാപനത്തിനെതിരെ എറണാകുളം കാലടി സ്വദേശി സന്ദീപ് രവീന്ദ്രനാഥ് നൽകിയ പരാതി. കോഴിക്കോട് അത്തോളിയിൽ പച്ചക്കറിക്കടയിൽ മദ്യവിൽപ്പന നടത്തിയ വ്യാപാരി അറസ്റ്റിൽ. പിടിയിലായത് കൊളക്കാട് മീത്തൽ കൃഷ്ണൻ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യവും പോലീസ് കണ്ടെത്തി. പാലക്കാട് അട്ടപ്പാടിയിൽ വൻ ലഹരിവേട്ട. അഗളിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 24,000 ലിറ്റർ വാഷ് പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 100 ന്യൂസിലേക്ക് വീണ്ടും ഇനി പ്രധാന അറിയിപ്പുകൾ. പത്തനംതിട്ട വെച്ചൂച്ചിറ കുന്നം ഗവൺമെന്റ് LP സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം നാളെ. അയിലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 22 വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നീട്ടി. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 27. നോക്കാം ദേശീയ വാർത്തകൾ.
ഉഷ്ണതരംഗത്തെ തുടർന്ന് 4 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡൽഹി, UP, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അത്യുഷ്ണത്തെ തുടർന്ന് 24 മണിക്കൂറിനിടെ ബീഹാറിൽ 22 പേരാണ് മരിച്ചത്. ഇന്ത്യയിലെ മൺസൂൺ ദുർബലമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 1 മുതൽ രാജ്യത്തുടനീളം മഴ ശരാശരിയേക്കാൾ 20% കുറവ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ 68%, മധ്യ ഇന്ത്യയിൽ 29%, വടക്കു കിഴക്കൻ ഇന്ത്യയിൽ 20%മാണ് മഴ ലഭിച്ചത്. അസമിൽ അനധികൃത ആയുധങ്ങൾ വിൽക്കാൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. ശാന്തിപൂർ ഗ്രാമത്തിൽ നിന്ന് ഒരു AK-56 റൈഫിളും ഒരു മാഗസീനും 668 വെടിയുണ്ടകളും കണ്ടെടുത്തു. മേഖലയിൽ വ്യാപക പരിശോധന. യമുനാ നദിയെ മലിനീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ആവശ്യവുമായി വ്യത്യസ്ത പ്രതിഷേധം. ആഗ്രയിൽ മണൽക്കുളിയുമായി നാട്ടുകാർ രംഗത്ത്. മരിച്ചുകൊണ്ടിരിക്കുന്ന യമുനാ നദിയെ രക്ഷിക്കണമെന്ന ആവശ്യം. ഉത്തർപ്രദേശ് ബൽറാംപൂരിൽ 4 പെൺകുട്ടികൾ മുങ്ങി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് മുത്തശ്ശിയുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനെത്തിയ പെൺകുട്ടികൾ. ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ബീഹാറിൽ എയർ കൂളറുകൾക്കും ശീതള പാനീയങ്ങൾക്കും വില കൂടുന്നു. വില ഉയരുന്നത് സംസ്ഥാനത്തെ കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ. വിപണിയിൽ എയർ കൂളറുകൾക്ക് 30% മുതൽ 50% വരെ വില വർധനയാണ് രേഖപ്പെടുത്തിയത്. വീടിന്റെ മട്ടുപ്പാവിൽ 2500-ലേറെ ബോൺസായി ചെടികൾ പരിപാലിച്ചു ശ്രദ്ധേയനായി 74-കാരൻ. മധ്യപ്രദേശ് ജബൽപൂരിലെ സോഹൻലാൽ ദ്വിവേദിക്ക് ബോൺസായി പ്രേമം തുടങ്ങിയത് 40 വർഷം മുമ്പ്. ബോൺസായികൾ തന്റെ മക്കളെ പോലെന്നും ഉടൻ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുമെന്നും സോഹൻലാൽ ദ്വിവേദി. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ഹൂതി വിമതർക്കെതിരെ തിരിച്ചടിച്ച അമേരിക്കയും ബ്രിട്ടനും. യമനിലെ വിമാനത്താവളത്തിലും കമരൻ ദ്വീപിലും വ്യോമാക്രമണം. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കാനൊരുങ്ങി തായ്വാൻ. ഇതിനായി നിയമനിർമ്മാതാക്കളെ തെരഞ്ഞെടുക്കും. ഇതോടെ വിവാഹ സമത്വം അംഗീകരിക്കുന്ന ആദ്യത്തെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാഷ്ട്രമെന്ന ഖ്യാതിയിലേക്ക് തായ്വാൻ എത്തും. ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് വിദഗ്ധ പരിശീലനം നൽകാനൊരുങ്ങി നാസ. നാസയുടെ ജോൺസൺ ബഹിരാകാശ നിലയത്തിൽ ISROയുടെ ബഹിരാകാശ യാത്രികർക്ക് വിദഗ്ധ പരിശീലനം നൽകും. നാസയുടെയും ISROയുടെയും ബഹിരാകാശ യാത്രികരുടെ ആദ്യ സംയുക്ത സംരംഭമാണിത്. ഖാലിസ്ഥാൻ അനുകൂല ഭീകരൻ ഗുർപന്ത് സിംഗ് പനുവിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നിഖിൽ ഗുപ്ത കുറ്റക്കാരനല്ലെന്ന് US കോടതി. US ഫെഡറൽ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. ജോർജിയയിൽ വീടിന് തീപിടിച്ച 6 പേർക്ക് ദാരുണാന്ത്യം. 5 പേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരിൽ 6 വയസ്സ് മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ളവർ. നോക്കാം ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 6620 രൂപയിലും പവന് 52,960 രൂപയിലും എത്തി. ക്രൂഡ് ഓയിൽ വിലയിൽ വൻ കുതിപ്പ്. പെട്രോൾ, ഡീസൽ വില ഉയർന്നേക്കും. ആഗോള വിപണിയിൽ നിലവിൽ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $84.39 WTI ക്രൂഡ് ബാരലിന് $80.42 വ്യാപാരം പുരോഗമിക്കുന്നു. സ്റ്റാർട്ടപ്പ് പർദീസയായി ഇന്ത്യ. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ 5 ദിവസം കൊണ്ട് സമാഹരിച്ചത് $312 ദശലക്ഷം. ഫണ്ടിംഗ് നേടിയത് NBFC മുതൽ അഗ്രികൾച്ചർ വരെയുള്ള മേഖലകൾ. ഇലക്ട്രിക് കാറുകളുടെ 4 പുതിയ മോഡലുകൾ പുറത്തിറക്കാൻ ഹ്യുണ്ടായി. നടപ്പ് സാമ്പത്തിക വർഷം അവസാനത്തോടെ ക്രെറ്റയുടെ EV പതിപ്പുകൾ വിപണിയിലെത്തും. ഇനി കായിക വാർത്തകൾ. യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിലെ ഇന്ന് ആദ്യ മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കാണ് എതിരാളികൾ. 2020 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിനായി പരിശീലനം തുടങ്ങി ടീം ഇന്ത്യ. വ്യാഴാഴ്ചയാണ് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരം. ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയുടെ മൂക്കിനേറ്റ പരുക്ക് ഗുരുതരം. അടുത്ത മത്സരം നഷ്ടമായേക്കും. എംബാപ്പയ്ക്ക് പരുക്കേറ്റത് ഓസ്ട്രിയക്കെതിരായ മത്സരത്തിനിടെ.
2020 ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന്റെ കൂറ്റൻ ജയം. അഫ്ഗാനിസ്ഥാനെ 104 റൺസിന് തകർത്തു. വിൻഡീസിന്റെ 218 റൺസ് പിന്തുടർന്ന അഫ്ഗാൻ 114 റൺസിന് ഓൾ ഔട്ടായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 2024-25 സീസണ് ഓഗസ്റ്റ് 16 തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആദ്യ എതിരാളി ചെൽസി. ICC ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യൻ വനിതാ താരമായ സ്മൃതി മന്ധാനയ്ക്ക് മുന്നേറ്റം. 2 സ്ഥാനം മെച്ചപ്പെടുത്തി 3ാം റാങ്കിലെത്തി. 100 ന്യൂസിലെ കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഉയിരിനെയും ഉലകിനെയും കയ്യിലേന്തി വിഘ്നേഷ് ശിവന്റെ ബാഹുബലി പോസ്. ഇനി ഫാക്ട് ചെക്ക്. ഇന്ത്യ പോസ്റ്റിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മെസ്സേജ് വ്യാജം. വെയർഹൌസിൽ വന്നിരിക്കുന്ന പാഴ്സൽ ലഭിക്കാനായി അഡ്രസ് അപ്ഡേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ലിങ്ക് സഹിതം മെസ്സേജ് പ്രചരിക്കുന്നത്. അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഇന്ത്യ പോസ്റ്റ് സന്ദേശങ്ങൾ അയക്കാറില്ല. ഇനി നാളത്തെ വാർത്തകൾ. വായനാ ദിനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നാളെ എറണാകുളം പബ്ലിക് ലൈബ്രറി സന്ദർശിക്കാൻ അവസരം. രാവിലെ 10:30 മുതൽ എറണാകുളം പബ്ലിക് ലൈബ്രറി സംവിധാനം കണ്ടറിയാനും ലൈബ്രറിയുടെ പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിനും കുട്ടികൾക്ക് അവസരമുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട മുനിസിപ്പൽ യൂണിറ്റിന്റെ പൊതുയോഗവും തെരഞ്ഞെടുപ്പും നാളെ നടക്കും. വൈകിട്ട് 3 മണിക്ക് വ്യാപാര ഭവനിൽ കൂടുന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് AJ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം എടത്തല പഞ്ചായത്തിൽ പൂർണ്ണമായും, കീഴ്മാട് ചൂർണിക്കര പഞ്ചായത്തുകളിൽ ഭാഗികമായും നാളെ ജലവിതരണം മുടങ്ങും. ആലുവ ജല അതോറിറ്റിയുടെ എടത്തല കോമ്പാറ പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. കാലടി ടൗൺ വാർഡ് ജനകീയ കൂട്ടായ്മ, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ നേതൃത്വത്തിൽ നാളെ ജനറൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും മഴക്കാല രോഗബോധവൽക്കരണ ക്ലാസും നടക്കും. ഡോക്ടർ രേണു മോഹൻ, ഡോക്ടർ GS ശ്രീജ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകും. കൂത്താട്ടുകുളം വടകര ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നാളെ രാവിലെ 10:30 വിജയോത്സവം സംഘടിപ്പിക്കും. നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുതിയാമറ്റത്തിൽ അധ്യക്ഷനാകും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗസ മുനമ്പിൽ ഇസ്രയേൽ ആക്രമണം, 17 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ. ഗസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ് ആക്രമണമുണ്ടായത്. ഇറാനിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 മരണം. റാഷ്ത് നഗരത്തിലെ ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. 140ഓളം രോഗികളെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ. കനത്ത മഴയെ തുടർന്ന് ചൈനയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും 4 പേരെ കാണാതായെന്ന റിപ്പോർട്ട്. കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.